ഇനി നമുക്ക് ഒരു ചലഞ്ച് ചെയ്താലോ? പത്ത് ചത്തൊന്നുമില്ലേ, അതൊക്കെ ഞാൻ സ്പീഡിൽ പറയും. പച്ച പച്ച തെച്ചിക്കോലി പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി മണലുരുളുമ്പോൾ. വീട്ടില് ആദ്യമൊന്നും അങ്ങനെ സപ്പോർട്ടില്ല എനിക്ക്. കാരണം ഈ നാട്ടുകാർ ഭയങ്കര തെണ്ടികളാണ്. ഇപ്പം എന്താ പണി? നമ്മ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്, ഒരു പണിയുമില്ല. അങ്ങനെ ഒരു ചോപ്പ് മുണ്ടുണ്ടല്ലോ ഈ പണിക്ക് പോകാത്തവരിടുന്നെ, മടക്കത്തും കൊട്ടി തുടമിൽ 2 അടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇവരുണ്ടാവും ഒരു പണിക്കും പോകാത്തവര് ഇതിങ്ങനെ കാണുമല്ലോ വീഡിയോ. എന്നിട്ട് എന്താണ് വാപ്പനെ പോയി പറയാം, എന്താണ് എൻ്റെ മോന് ചെക്കൻ എന്താ തല തെറിച്ച് നടക്കുകയാണോ. ഞാനിപ്പോൾ ജീവിക്കുന്ന എൻ്റെ ഒരു ഡ്രീമിലാണ്. ഐ മീൻ ഇപ്പോൾ എങ്ങോട്ടേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഓക്കെ അനാഷ് വീഡിയോ കാണലുണ്ട്, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഡൽഹിക്ക് 2 ദിവസമാണ് ഉള്ളത്. ചില മംഗളൊക്കെ കയറി 48 മണിക്കൂർ ഉണ്ടാവും. നേരെ തൊട്ടിലൊക്കെ കേട്ട് വേണ്ടാതെ ഇങ്ങനെ കിടന്ന് പിന്നെ ഞാൻ നീച്ചത് ഒരു 15 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം അത്രക്ക് സുഖത്തിൽ ഉറങ്ങി. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുക, ഇതിപ്പോൾ വേറെ ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഇത്ര തോന്നെ. കാരണം ഇതിങ്ങനെ ആടുകയാണ് സാധനം. നമ്മൾ ഉറക്കത്തിൽ നീക്കുമ്പോൾ തന്നെ ആരോ വന്ന് ആട്ടുക. അപ്പോൾ പിന്നെ ട്രെയിൻ ഇങ്ങനെ ഇളകല്ലേ, അപ്പം ഇങ്ങനെ ആട്ടി നമ്മളെ ചെറുപ്പത്തിൽ ഉറക്കണമായൊരു ഒരു ഫീല്. അപ്പം അന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുക, ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ്. എത്ര നേരാ ഉറങ്ങുക. നമ്മളാണ്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉറക്കിയൊക്കെ നീച്ച് വരുമ്പോൾ അങ്ങനെ കിക്കായി വരിക. ബിഗ് ബോസിൽ വിളിച്ചാൽ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇമ്മ ഒക്കെ ബിഗ് ബോസ് എന്താ സംഭവം എന്നൊക്കെ അറിയണതാണ്. ഇമ്മക്ക് ഇപ്പൊ ഒന്ന് അറിയില്ലേക്ക് പോവേന്. ഇത് ഇമ്മ ഇങ്ങനെ കാണും, ചങ്ങായി നോക്കിയാ റെന നോക്കിയാ എന്താണ് പീക്കിരിയോ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയണാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാം, ഇജ്ജ് വിളിച്ചാലൊന്നും പോകാൻ നിക്കണ്ടട്ടാ മാറും, പിന്നെ അവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ. ഇനി നമുക്ക് ഒരു ചലഞ്ച് ചെയ്താലോ? ഒരു സെഗ്മെന്റ്, കുറച്ച് ടാസ്ക് ഉണ്ട്. ഇത് കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് 3 വട്ടം പറയും, തെറ്റാതെ പറയണം. ഫസ്റ്റ് ഒന്ന് എടുക്കാം. തെറ്റിക്കഴിഞ്ഞ പണിഷ്മെന്റ് ഉണ്ട്, അത് വേറെ ബോക്സിലുണ്ട്. 3 വട്ടം പറയണം. തണ്ടുരുളും തടിയുരുളും തണ്ടിൻ മേലൊരു ചെറു തടി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിൻ മേലൊരു ചെറു തരി തണ്ടുരുളും തടിയുരുളും തണ്ടിൻ മേലൊരു ചെറു തരി കുരുമുളകുരുളും. ശരിയല്ല. തെറ്റുന്നുണ്ട്. 3 വട്ടം കഴിഞ്ഞ്. എന്നാലും 2 വട്ടം തെറ്റിച്ചില്ലേ? തണ്ടുരുളും തടിയുരുളും തണ്ടിൻ മേലൊരു ചെറു തരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിൻ മേലൊരു ചെറു തരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിൻ മേലൊരു ചെറു തരി കുരുമുളകുരുളും. എന്നാലും കുഴപ്പമില്ലേ. അടുത്തത് ഇതൊക്കെ അതേമാതിരി തന്നെയാണോ? എല്ലാം അങ്ങനത്തെ. എന്റെ ശ്രദ്ധയില്ലാത്തത് നാട്ടുകാർ മുഴുവൻ അറിയല്ലോ. ചരളുരുളുമ്പോൾ മണലുരുളുമ്പോൾ ചരളുരുളൂല. അത്ര ഉള്ളൂല്ലേ? നിസ്സാരം. ചരലുരുളുമ്പോൾ മണലുരുളുമ്പോൾ ചരളുരുളൂല. അങ്ങനെയൊന്നും അല്ലടാ. ചരളുരുളുമ്പോൾ മണലുരുളൂല. മണലുരുളുമ്പോൾ ഇതിപ്പോ നീ ഉരുളും, അതവിടെ വെച്ചേക്ക്. അത് തെറ്റി. അതിന്റെ പണിഷ്മെന്റ് ലാസ്റ്റ് തന്നാ മതി. എല്ലാം കൂടെ തെറ്റിച്ചതിന്റെ മൊത്തം അടുത്തെടുത്തോ. പത്ത് ചത്തൊന്നുമില്ലേ? അതൊന്നുമില്ല, അതൊക്കെ ഞാൻ സ്പീഡിൽ പറയും. അത് ഞങ്ങൾക്ക് അറിയാം. പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി. പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി. പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി. പച്ച തെച്ചിക്കോലി പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി. സ്പീഡിൽ പറ. പച്ച തെച്ചിക്കോലി പറ്റേ ചെത്തി
ചേറ്റിൽ പൂത്തി പച്ച പച്ച തെറ്റിക്കോല് പറ്റേ ചെത്തി തെറ്റിക്കോലല്ലടാ. പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി പച്ച പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പൂത്തി. തെറ്റാ നീ പറയുന്നത്. അതും തെറ്റിച്ചിരിക്കുന്നു. തരാട്ടോ, പണിഷ്മെന്റ് ഒരുമിച്ച് തരാം. ഇത് കയ്യൂലേ? 2 എണ്ണം കൊണ്ടുള്ളൂ. അത് കുറച്ച് ഈസി ആയിരുന്നു അല്ലേ? അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിലൊരു കിണ്ടി ഉരുള് കുണ്ടിയിൽ വീണോ. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിക്കൊരു കിണ്ടി കുളിര്. ഇല്ലാത്തതൊന്നും വായിക്കല്ലേ, തലകിട്ട്. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിക്കളി കൊണ്ടൊരു കിണ്ടി അതൊന്നും അല്ല, അതൊന്നും അതിലില്ല. കിണ്ടികളിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണോ. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണോ. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണോ. നീ രാമായണം വായിക്കുന്ന ശരിക്കും വായിക്കി. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഒന്നൂടെ. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണോ. അന്തിയിൽ കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണോ. ഗുഡ്. ഇനി ഒന്നൂടെ ഉണ്ട്. മുടുക്കനായി. അത് ഈസിയാവും. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വന്ന് വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വന്ന് വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വന്ന് വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. അത് കറക്റ്റ് ആയി. അപ്പൊ എത്ര എണ്ണം തെറ്റിച്ചു? എന്നാലും ഇതിൽ കുറെ പണിഷ്മെന്റ് ഉണ്ട്. അത് നീ തന്നെ ചെയ്യണോ? ഇല്ല എന്റെ പണി വേസ്റ്റ് ആയി പോയില്ലേന്ന്. ഇതൊന്നും പറയാനുള്ള തന്നെ അല്ല, അതെന്താന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. പ്രാങ്ക്. റോഡിൽ തൊട്ടി കെട്ടി പോലീസ് പിടിച്ചു. ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും. ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാ എന്താണ് റോഡിൽ തൊട്ടിൽ കെട്ടി പോലീസ് പിടിച്ചു. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. റിയാക്ഷൻ എന്താന്ന് നോക്കാം. ആരെന്നെ വിളിക്കണേ? എന്റെ ചങ്ങാനെ വിളിക്കാം. വിശ്വസിക്കോ? സാധ്യതയുണ്ട്. അൽത്താഫിനെ വിളിച്ചേക്കാം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. आपने जिस ഹലോ ഹലോ എടാ, ഒരു സീൻ ഉണ്ടായടോ. ഞാനില്ലേ ഇവല് ഒരു ചാലഞ്ച് വന്നപ്പോ മറ്റേ റോഡില് ഓലൊരു തൊട്ടിൽ തന്നീനി. അത് കൊണ്ടുപോയി കെട്ടി. എന്നിട്ട് ഇപ്പൊ പോലീസ് പിടിച്ചടോ. ട്രാഫിക് ഉണ്ടാക്കുക. അന്നെ എനിക്ക് അറിയാന്ന് പറഞ്ഞാണ്ട്. നിങ്ങളില്ലേ? അല്ല കാര്യടാ, നിങ്ങളില്ലേ ഇത് ഏതാ സ്റ്റേഷൻ അറിയില്ലടോ. നിങ്ങളൊന്നും ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് വരുവോ? അതില്ല, മൂപ്പരിന്റെ വീട് എന്തോ കാണലുണ്ട് തോന്നണ്ടോ. മൂപ്പര് പറഞ്ഞിച്ച് ഇത് കൽപ്പിച്ചൂട്ടി ഉണ്ടാക്കാണ്. അങ്ങക്ക് പറയട ഇന്ന് വേഗം വന്നാ. ഇവിടെ സ്റ്റേഷൻ ഏതാ ചോദിച്ചു നോക്കിയാ. It is just a prank, bro. ശരി എന്നാ. ഫ്രണ്ട്സ് ഒക്കെ സ്ട്രോങ് അല്ലേ? വളരെ. അടുത്ത ടാസ്ക്. വോയിസ് ഓവർ ട്രെയിൻ ഇരിക്കുമ്പോ ഇന്റർവ്യൂവിന് വിളിച്ചതിനെ കുറിച്ച്. നീ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കാറില്ലേ? അതുപോലെ ഇപ്പോ ഇന്റർവ്യൂവിന് പോവുകയാണ് എന്ന രീതിക്ക്
വോയിസ് ഓവർ കൊടുക്കുക ഇന്റർവ്യൂക്ക് വന്നതിനെ കുറിച്ച്. ഓ അതിങ്ങനെ നേരെ പറയാൻ കഴിയൂല എനിക്ക്, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മൈൻഡ്സ്കേപ്പിന്റെ ഇന്റർവ്യൂക്ക് പോകാൻ വേണ്ടി പോവാട്ടാ. ഫസ്റ്റ് തന്നെ എന്താണ്, ഞാൻ ആദ്യം ട്രെയിനിൽ പോകാൻ നോക്കി, പക്ഷെ എനിക്ക് ട്രെയിനിൽ പോകാനുള്ള മടിയാകുന്നുണ്ട്. കാരണം 5 മണിക്കൂർ ട്രെയിനിൽ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ എന്താണ് എൻ്റെ ഇമ്മൻ്റോടക്ക് വിളിച്ചപ്പം അവിടെ കാറുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ ചങ്ങായിമാരൊക്കെ കൂട്ടിയിട്ട് ഞാൻ കാറിൽ പോയായിരിച്ചു. അപ്പോൾ അങ്ങനെ ആ കാർ എടുത്താണ്ട് വരുമ്പോഴാണ്, കാറിലാണെങ്കിൽ നല്ല AC പാട്ടൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചിനി. പക്ഷേ AC ഇല്ല, പാട്ടില്ല, ഓൺലി ഫാന് മാത്രം. അങ്ങനെ ഉച്ചക്ക് ആ വെയിലത്ത് ചൂട് കാറ്റും കൊണ്ടാണ്ട് നേരെ വൈകുന്നേരം വരെ ഉരുണ്ട് കോഴിമുട പുയ്യ പോലെ ആയിരുന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒന്നായിട്ട് കരിഞ്ഞ് നാറി. അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ ഇന്റർവ്യൂവിന് വന്നത്. അപ്പം തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ മുഖം കഴുകി, പിന്നെ അതാ ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. കൊള്ളാം. സ്പോട്ടിൽ കണ്ടിട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കില്ലാടി തന്നെ. നവരസങ്ങൾ കാണിക്കൂ. എന്താ അമ്മേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കരുണം അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടാവും, എക്സ്പ്രഷൻസ് ഉണ്ടാവില്ലേ, അത് കാണിക്കാന്. നവരസങ്ങള് അല്ല, എങ്ങനത്തെ എക്സ്പ്രഷൻസ് ആണ് വേണ്ടി? ഹാസ്യം, ബീവത്സം. ഹാസ്യം എന്ന് പറഞ്ഞാൽ ചിരിക്കുക അല്ലേ? ഹാസ്യം സൗണ്ട് ഉണ്ടാവില്ലല്ലോ, ചിരിക്കലല്ലേ? ഹാസ്യം, കരുണം, ഭയാനകം. കണ്ണാടി ഊരിയിട്ട് ഭയാനകം കാണിക്കുക, കാണാൻ പറ്റുന്നത്. ഭയാനകം എങ്ങനെ വെച്ചാല് ഇതൊക്കെ കാണിച്ചാൽ ഞാൻ അലിൻ ജോസ് പെരേരാവും. അല്ല, എനിക്കറിയില്ല, ഞാനൊരു ആക്ടർ ആവാൻ ആഗ്രഹിക്കില്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ എന്നാ അടുത്ത ടാസ്ക് എടുത്തോ, ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ. പാട്ട് പാടുമോ? പാട്ട് പാടാം. ഞാൻ എല്ലായിടത്തുനിന്നും പാടുന്ന പാട്ടാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചൂടെ? മറ്റേ എനിക്ക് മടിയാണ് നിങ്ങളെ മുഖത്ത് നോക്കാൻ പാട്ടാടുമ്പോൾ. പാട്ട് നോക്കി പാട്ട് മതിയെങ്കിൽ മതിയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം കേട്ടാ, കുറേ ഉള്ളതാണ്. നോക്കി നിന്നു കാത്തു നിന്നു മന്ദാരപ്പൂ വിരീണതെപ്പോഴാണെന്ന് ആരു പറഞ്ഞു ഞാൻ കണ്ടതൊരാക്കനവാണെന്നാരു പറഞ്ഞു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവനിലിപ്പോൾ കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയണഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താരിപ്പോയൊരു വമ്പത്തി. ഇത് മാത്രമേ അറിയുള്ളൂ, എല്ലായിടത്തും തന്നെ പാടല്. അല്ലെ അമ്മ എന്താ പറയാ, പാട്ട് ചില സ്റ്റേജിലൊക്കെ പാട്ടാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വ്ളോഗ് എല്ലാരും കാണുന്നവരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണെന്നാ വിചാരിക്കുക. അപ്പൊ ഈ പാട്ടാടാൻ ഞാൻ പാട്ടടിയില്ല, അങ്ങനെ ഇരിക്കുന്ന നമ്മ മോശമല്ല. അതിന് വേണ്ടി ഒരു പാട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാ, എവിടെ പോയാലും തന്നെ പാടില്ലേ. അപ്പൊ ഇനി അടുത്ത പഠിക്കാൻ സമയമായി, എല്ലായിടത്തും ഒരു സാധനത്തിന് പാടരുത്. നെക്സ്റ്റ് ടൈം അടുത്ത ടാസ്ക് ലാസ്റ്റത്തെയാ. പ്രപ്പോസ് ചെയ്യാൻ എങ്ങനെ? ആരെ പ്രപ്പോസ് ആരെയും പ്രപ്പോസ് ചെയ്താലും കുഴപ്പമില്ല, ഒരു പ്രപ്പോസൽ സീനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്നെ പ്രപ്പോസ് ചെയ്യാം. എന്റെ പേരെന്താണ്? ശില്പ. എടുത്തേക്ക് ഇരിക്കണോ? പ്രപ്പോസ് ചെയ്തു. ശില്പ, എനിക്ക് അന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇജി ചിരിക്കുമ്പോൾ എൻ്റെ പല്ലിങ്ങനെ കാണുന്നതാണ് എനിക്ക് ക്രഷ് അടിച്ചത്. പിന്നെന്താ വെച്ചാൽ ഞമ്മ രണ്ടാൾ ക്യാരക്ടർ ഏകദേശം ഒരേ മാതിരിയാണ്. എനിക്ക് എന്നോട് ഞാൻ ഇത്ര ദിവസം സംസാരിച്ചില്ല, ഒരാഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, നമ്മൾ രണ്ടാൾ ക്യാരക്ടർ സെയിം ആണ്. അപ്പം ഇനി നമ്മൾ കല്യാണം അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് കുറേ കാലമൊക്കെ നല്ലപോലെ ജീവിക്കാനൊക്കെ കഴിയും, അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ജീവിക്കാം. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എത്ര മക്കൾ വേണം? 5 വേണോ 6 വേണോ എത്രയെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. എന്തായാലും ഐ ലവ് യു വെരി മച്ച്. ഞാൻ എൻ്റെ റിപ്ലൈ ഇപ്പം പറയണ്ട, നാളെ പറഞ്ഞാൽ മതി. ഓക്കെ.
പക്ഷെ നാളെ വന്നേക്ക് വല്ലാത്തൊരു പ്രപ്പോസലായി പോയി. അപ്പൊ നമ്മുടെ ടാസ്ക് ഒക്കെ അവസാനിച്ച്. പ്രപ്പോസ് ചെയ്യാനൊക്കെ അറിയാലേ? കൊള്ളാം. ശരിക്കും ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ശരിക്ക് ഇപ്പം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ ഡിഗ്രി കോളേജ് പഠിക്കുമ്പോൾ ഞാൻ 3rd ഇയർ ആയി, അവള് 2nd ഇയർ ആണ്. ഞങ്ങൾ പൊളിറ്റിക്സിൽ തന്നെയാണ്. അവളെ പേര് അറിയില്ല, മോശമല്ലേ. ഫസ്റ്റ് M വെച്ചിട്ടാണ് തുടങ്ങണേ. ഇനിയിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഓള് കണ്ടാലോ ഓള് ഇഷ്ടപ്പെട്ടാലോ അല്ല, എനിക്ക് ഓളെ അന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഓളെ ചിരി ഭയങ്കര രസമാണ്. പക്ഷേ ഓളെ എങ്ങനെ വെച്ചാൽ എത്ര ആയിട്ടാണ് സെറ്റ് ആവില്ല. ഐ മീൻ ഞങ്ങൾ രണ്ടാൾ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നാണ് ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടപ്പോൾ മൂപ്പര് പറഞ്ഞത്. മൂപ്പരുണ്ട്, ഒരു സാറുണ്ട്, എൻ്റെ ഒരു സാറുണ്ട്, കമാൽ മാധവ് എന്ന് പറയും, ഡോക്ടറാണ്. മൂപ്പര് ഈ മുടി ചികിത്സിക്കുന്ന ഒരാളാണ്, ആൾ ഫേമസാണ്. അപ്പോൾ മൂപ്പരെങ്ങനെ മുടി ചികിത്സിക്കുക വെച്ചാൽ ഒരാൾ മുഖത്ത് നോക്കും, എന്നിട്ട് അയാളെ പ്രശ്നങ്ങൾ പറയും. ഇജ് ഡോമിനൻ്റ് ക്യാരക്ടറാണ്, എൻ്റെ ക്യാരക്ടർ എടുത്തുചാട്ടാണ്, എനിക്കൊരു കൺട്രോളും ഇല്ലാത്ത മനുഷ്യനാണ്, അങ്ങനെയൊക്കെ എന്നോട് നേരെ നമ്മളെ സ്വഭാവം ഇങ്ങനെ കറക്റ്റ് മുഖത്ത് നോക്കി പറയും മൂപ്പര്. എന്നിട്ട് അപ്പം ഞാൻ മൂപ്പർക്ക് ഒരാളെ ഫോട്ടോ, ഇപ്പം എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് പറയും ഇവർക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ട്, ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവർക്ക് ഇങ്ങനെ ചെയ്താലേ അവർ റെഡി ആവുള്ളൂ, അങ്ങനെ. അപ്പോൾ ഈ ലവ് കപ്പിൾസൊക്കെ മൂപ്പരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റാവും. അപ്പം ഞാൻ മൂപ്പരോട് ഇങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഫോട്ടോ ഉണ്ട്, ഇവക്ക് എന്നെ ഇഷ്ടമല്ല, പക്ഷെ ഇവക്ക് ഭയങ്കര ഫ്രണ്ടാണ് ഇവള്. നമ്മൾ രണ്ടാൾ പൊളിറ്റിക്സിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജിലൊക്കെ പോകല്, അങ്ങനല്ല, ഭയങ്കര രസമാണ്. അപ്പോൾ അപ്പോൾ ഞാൻ ഇവളെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കലുണ്ട് ഓരോ പരിപാടിക്ക്. അപ്പോൾ ഞാൻ എന്നിട്ട് സാറോട് ചോദിച്ചിന്, ഡോക്ടറോട് ചോദിച്ചിന്, അല്ല ഇവളെങ്ങനെയാണ്. അപ്പോൾ മൂപ്പരാൾ പറഞ്ഞത് ഇവളെ ഇപ്പം എനിക്ക് ഈ ലുക്കൊന്നും പോരാ, ജിമ്മിന് പോകണം, അങ്ങനെ കുറച്ച് ഓള് വിചാരിക്കുന്ന ലുക്ക് എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഓള് ഭയങ്കര സ്ട്രോങ് ആണ്, ഡോമിനൻ്റ് ക്യാരക്ടറാണ്, ഉള്ളും സ്ട്രോങ് ആണ്, പുറം സ്ട്രോങ് ആണ്, ഞാൻ ഉള്ളു വീക്കാണ്, പുറം സ്ട്രോങ് ആണ്, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്തായാലും ഇപ്പം അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് ആവാണെങ്കിൽ സെറ്റായിന്. അല്ല, എനിക്ക് ഇഷ്ടാന്നുള്ളൂ, ഓക്കും കൂടി ഇഷ്ടാവണ്ടേ, എന്നാലല്ലേ വീട്ടിലെല്ലാവരും വീഡിയോക്കൊക്കെ സപ്പോർട്ടാണോ? വീട്ടില് ആദ്യമൊന്നും അങ്ങനെ സപ്പോർട്ടില്ല എനിക്ക്. കാരണം ഈ നാട്ടുകാർ ഭയങ്കര തെണ്ടികളാണ്. കാരണം ഓരോന്ന് പോയി പറഞ്ഞു കൊടുക്കും, ഇവർക്ക് എന്താ പണി, എന്താ നാട്ടുകാരെന്ന് പറഞ്ഞാല് നമ്മ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്, ഒരു പണിയും ഇല്ല, അങ്ങനെ ഒരു ചോപ്പ് മുണ്ടുണ്ടല്ലോ ഈ പണിക്ക് പോകാത്തവരിടുന്നെ, അത് ഇട്ടാണ്ട് ഒരു സൈസ് മുണ്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, പണിക്ക് പോകാത്തവര് അത് നോക്കിയിടും. എന്നിട്ട് ഇങ്ങനെ മടക്കത്തും കൊട്ടി തുടമിൽ 2 അടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇവരുണ്ടാവും ഒരു പണിക്കും പോകാത്തവര് ഇതിങ്ങനെ കാണുമല്ലോ വീഡിയോ. എന്നിട്ട് വാപ്പന പോയി പറയാം, എന്താണ് എൻ്റെ മോന് ചെക്കൻ എന്താ തല തെറിച്ച് നടക്കുകയാണോ, നമ്മൾ ട്രിപ്പ് പോവുകയാണ്, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തെണ്ടി നടക്കുകയാണ്. ഈ പ്രായത്തിലൊക്കെ ഗൾഫിലൊക്കെ പോകണ്ടേ. നമ്മ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 18-19 വയസ്സായാല് പിന്നെ എന്താ ഒന്നുമില്ല, പഠിത്തമൊന്നുമില്ല, നേരെ ഗൾഫിൽ പോവാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. ഇമ്മൻ്റെ ഫാമിലി ആയാലും ഭയങ്കര ഓർത്തഡോക്സ് ആണ്, അങ്ങനത്തെ ഒരു ഫാമിലിയാണ് എൻ്റെത്. അപ്പോൾ ഇമ്മൊക്കെ അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ല എനിക്ക്. കാരണം എന്താണ് ഇങ്ങനെ ഓരോ അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ നടക്കലേ. പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ എടുക്കണ വർക്ക്, ഞാൻ ഈ തൊട്ടിലെട്ടി ഈ സംഭവം, പിന്നെ ഇതിൽ നിന്ന് ഇൻകം കാര്യങ്ങളുണ്ട്, വെറുതെ അല്ല, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി. ഇത് ചിലവരിങ്ങനെ പറയും ഈ പൈസ ഹറാമാണ്, നമ്മ മതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി നമ്മ വർക്ക് എടുക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്ന റിസ്ക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ കൈക്കോട്ടെടുത്ത് കൊത്തില്ല എന്നുള്ളൂ, മനസ്സായിട്ട് കൊത്തുണ്ട്. അപ്പം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നെ അങ്ങനെ ഓരോ കാര്യം ഉണ്ടെന്ന് കാണും, അല്ലാതെ വെറുതെ തണ്ടി തിരിഞ്ഞ് നടക്കൊന്നുമല്ലല്ലോ. നിനക്ക് എപ്പോഴേലും ഇത് നിർത്തണം, ഇട്ടിട്ട് പോവാന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു മൈൻഡ് വന്നില്ല. കാരണം ഞാനിപ്പോൾ ജീവിക്കുന്ന എൻ്റെ ഒരു ഡ്രീമിലാണ്. ഐ മീൻ ഇപ്പോൾ എങ്ങോട്ടേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഓക്കെ അനാഷ് വീഡിയോ കാണലുണ്ട്, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. അങ്ങനെ ഒരു നേരം അപ്പം ഓരോരുത്തരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര എനർജി കൂടുകയും നമുക്ക് സംസാരിക്കാനായാലും ഭയങ്കര എനർജി കൂടും. അപ്പോൾ ഞാൻ പണ്ട് ആഗ്രഹിച്ച സംഭവം ഇതാണ്, ഇത്ര ആൾക്കാർ ഇപ്പം ഡ്രീം കഴിഞ്ഞ് ഇനി നമ്മ പുതിയത് കാണണം, അടുത്ത് ഇനിയിപ്പോൾ വേൾഡ് ട്രിപ്പ് അങ്ങനെയൊക്കെ പോതിണ്ട്, എനിക്ക് കുറേ സ്ഥലം കാണണം, അങ്ങനെയൊക്കെ പോതിണ്ട്. ഇൻഫ്ലുവൻസിങ് പരിപാടി മാത്രമല്ല, ചെറിയ രീതിക്ക് ബിസിനസ്സും ഉണ്ട്. ബിസിനസ് ഞാൻ പെർഫ്യൂം തുടങ്ങിയാണ്, ലോഫോ എന്ന് പറഞ്ഞിട്ട്. ആ സംഭവം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം സാധനങ്ങളൊക്കെ ഇതല്ലല്ലോ, ഇപ്പം നേപ്പാൾ പൂട്ടിയമാതിരി പെട്ടെന്ന് തന്നെ ഇൻസ്റ്റഗ്രാം പൂട്ടിയാല നമ്മൾ ജീവിക്കണ്ടേ. അപ്പം അതിന് ഞാൻ തുടങ്ങിയതാണ്.
കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയണത്. പെർഫ്യൂം ഞാൻ ഇത്ര കാലം അടിച്ചിന് എന്താണെന്നറിയാം, അതേ ഒരു മുല്ലൻ്റെ അത്ര വലിയപ്പ തന്നത് ഇവിടെ കൊന്നടിച്ച്. കാരണം എനിക്ക് അങ്ങനെ പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. പെട്ടെന്ന് എന്താണ് ഈ സാധനം വരുന്നേ, ഇതിൻ്റെ ഓയില് ഫ്രാൻസിൽ നിന്ന് ഇറക്കണതാണ്, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അമ്മ ഇങ്ങനെ അറിയണേ. ഇപ്പം ഞാൻ അതിനെ ഇങ്ങനെ അടിച്ചിങ്ങനെ നടക്കല തന്നെ. ഇപ്പം എനിക്ക് ഫേവറേറ്റ് സ്പ്രേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി. ഇന്റെ സാധനം തന്നെ ഞാൻ അടിക്കലോ. അത് അവർക്കൊക്കെ കൊടുക്കാറുണ്ടോ ട്രിപ്പ് പോകുമ്പോ? ട്രിപ്പ് പോകുമ്പോ എല്ലാവർക്കും കൊടുക്കലും സാധനങ്ങളൊക്കെ ഉണ്ട്. ട്രിപ്പ് പോകുമ്പോഴാണ് മെയിൻ ആയിട്ട് ആവശ്യം. കാരണം നമ്മ ഒരു 3 ദിവസമൊക്കെ അങ്ങ് കുളിക്കൂലല്ലോ. ഐ മീൻ ട്രാവലേഴ്സ് അങ്ങനെയാണ്. അപ്പൊ അമ്മ കുളിക്കുന്നവരുണ്ടാവും. പക്ഷെ സ്പ്രേ മസ്റ്റ് ആണ് എന്തായാലും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഫുള്ള് കൊണ്ടുപോകും. ബോഡി ഇവിടെ തേക്കാനുള്ള അവിടെ തേക്കാനുള്ള ഒക്കെ ഉണ്ടാവും. എന്നാ പിന്നെ കുളിച്ചില്ലെങ്കിലും സീനൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇതിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് ഇപ്പൊ അടിപൊളി സെറ്റായിട്ട് പോകണം. കാരണം ഞാൻ ഇത്ര ഒന്നും വിചാരിച്ചില്ലേനി. പിന്നെ ഒരു ബിസിനസിന്റെ സുഖം എന്ന് പറഞ്ഞാൽ നമ്മ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പോകുമ്പോ നമുക്കൊരു കുളിരുണ്ടാവില്ല. അതൊക്കെ ഞാൻ ആദ്യമായിട്ടില്ല. കാരണം നമ്മ ഫാമിലി എന്നൊക്കെ പറഞ്ഞാല് എന്താണ്, എന്തെങ്കിലും ഒരു സാധനം ജോലിക്ക് പഠിക്കുക, ഒരാളെ കീഴിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് പണിയെടുക്കുക, 2 മാസം ഇനിയിപ്പോൾ ഗൾഫിൽ പോവുക, 2 മാസം കഴിഞ്ഞ് നിക്കാഹ് കഴിക്കുക, പിന്നെയും ഗൾഫിൽ പോവുക, കല്യാണം കഴിക്കുക, പിന്നെയും ഗൾഫിൽ പോയ 1 കുട്ടി, ഗൾഫിൽ പോവുക 2 കുട്ടി, ഗൾഫിൽ പോവുക 3 കുട്ടി, അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ അതേമാതിരി എൻ്റെ ഫാമിലി മൊത്തത്തിലൊക്കെ അങ്ങനെ. അപ്പോൾ അതിന്നൊക്കെ ഒരു വ്യത്യസ്തം. ഇനി എൻ്റെ തലമുറ ഫുള്ള് ഇങ്ങനെ ബിസിനസ്സായിട്ട് പോകണം. ഐ മീൻ അങ്ങനെയൊക്കെ ഒരു ഇനിയിപ്പോൾ എൻ്റെ മോനോട് ഞാൻ എന്താ പറയുക, എൻ്റെ മാതിരി ആണെന്ന് അറിയും. കാരണം ഞമ്മ വാപ്പാരൊക്കെ നമ്മളോട് എന്താ പറയില്ലേ, എൻ്റെ മാതിരി ആവരുത്, ഞാൻ 4 വരെ പഠിച്ചിട്ടുള്ളൂ. ഞാനത് പറയില്ല. കാരണം ഞമ്മ മാതിരി ആക്കട്ടെ. കാരണം യൂട്യൂബർ ആണെങ്കിൽ ആയിക്കോ, നാട് കാണാൻ പോയിക്കോ. കാരണം എന്താ വെച്ചാൽ ഈ നാട് കാണാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ ഞമ്മ മനസ്സ് ഒരു വിശാലത കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ എന്താണ് നമ്മളെ ഈ ഇപ്പോഴത്തെ നമ്മളെ പെരക്കാരൊരു ഇതെന്താ വെച്ചാൽ ഒരു പെര ഉണ്ടാക്കുക, അവിടെ 2 നില, അത് ഇങ്ങനെ ഉണ്ടാക്കി, അവിടെ സ്ഥലത്തിനടി, വാപ്പ മരിച്ച അവിടെ അടി ഇവിടെ അടി. അമ്മ ഈ ട്രാവൽ പോണ പോലെ ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര ഇപ്പോൾ ഈ ട്രാവൽ ബൈ ചിത്രനൊക്കെ അല്ല, ഇപ്പോൾ പെരൻ്റെ ആധാരമൊക്കെ എഴുതി തരിക, അത്രക്കും വിശാലതാവും. സത്യം, ഈ ട്രിപ്പ് പോകണ ഭയങ്കര മനസ്സ് വിശാലതാവും നമുക്ക്. അപ്പം ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, എന്തിനാ ഇപ്പോൾ പെരൊക്കെ എടുത്തിട്ട് ഒരു വാടകയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഓരോ നാടുകൾ ഇങ്ങനെ പോവുക വരിക. എന്തിനാ പെരക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഞാൻ മൂത്ത മോനല്ല, ഇനി പുതിയ പെരൊക്കെ ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കൊന്നുമില്ല, ആ പെര മതി. എങ്ങനത്തേലും നമ്മളെപ്പോഴെങ്കിലൊക്കെ അല്ലേ പെര നിൽക്കുള്ളൂ. അല്ലേ എന്ത് ഞാൻ അങ്ങനെ വിചാരിക്കാം. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്താ വെച്ചാൽ എന്താണ്, എനിക്ക് ഈ ജാമ്യ മില്യൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കണം. കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ക്ലാസ്സിന് ഇതൊക്കെ എനിക്ക് അറിയണ സംഭവം തന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കണമൊക്കെ. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം, പിന്നെ നിങ്ങൾക്ക് ഞാൻ അലുവേ എന്തെങ്കിലും കോഴിക്കോട് നല്ല കിട്ടില്ല അലുവ കിട്ടും, ചിപ്സൊക്കെ കിട്ടും, അതൊക്കെ കൊണ്ടുണ്ട്, ജനുവരിയിൽ ഞാൻ വരും എക്സാമിന് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് നേരെ നമുക്ക് കണ്ടിരുന്നു, നമ്മൾ ജയിക്കുന്നു. അല്ല ഹിന്ദിക്കാരല്ലേ, മനസ്സിലാവില്ലല്ല. അത് മലയാളീസൊക്കെ ആണെങ്കിലല്ലേ, ഇതാരിപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം അങ്ങനെ നടക്കണത്. ഇനി കുറച്ച് രാജ്യങ്ങളൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട്, കുറേ രാജ്യങ്ങൾ പോകണമെന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ. ബംഗാളികൾ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇല്ലാണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഞാനത് ബംഗാളിൽ എത്തിയ ടൈമിൽ ആലോചിച്ചിനി, ഈ എൻ്റെ കൂടെയുള്ള മലയാളീസ് ഉണ്ട്, അവിടെയുള്ള കമ്പനിക്കാർ ഒരിങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇവർക്ക് ഇതാണ് പണി, നിങ്ങളെ കളിയാക്കല്, ഇവൾക്ക് ഇതാണ് പണി ഇങ്ങനെ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവരിഞ്ഞി ഇവിടുന്ന് പായേണ്ടി വരുമോ, ഇവരിഞ്ഞി വളഞ്ഞിട്ട് തല്ലുമോ. വേറൊരു സംഭവം ഉണ്ടായി. നമ്മളെ ഈ നോർത്ത് ഭാഗത്തൊക്കെ എല്ലാവരുടെ അടുത്തും അരയിലും ഒരു സൈസ് തോക്ക് ഉണ്ടാവും, ഒരു ചുവപ്പ് തോക്ക്. ഇവരെന്താ വെച്ചാൽ ഇപ്പോൾ ഈ നമ്മളെ നാട്ടിലൊക്കെ പ്രാങ്ക് വീഡിയോ ഇല്ലേ, ഫോണ് പിടിച്ചലിച്ച് പായുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ വൈത്തല പായൊന്നുമില്ല, ഒറ്റ വെടിച്ച് കൊല്ലലോ, അങ്ങനെയൊക്കെ എത്രമാതിരി സംഭവം ഉണ്ടായിരുന്നു നോർത്തിലൊക്കെ. ഞാൻ എന്നിട്ട് എന്താണ് അവിടെ എന്തോ ഒരു പരിപാടിൻ്റെ ഇടയിൽ ഒരു പെരൻ്റെ ഉള്ളിക്കാണ്ട് കയറി. എന്നിട്ട് എൻ്റെ വർത്താനവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവിടെയുള്ള അമ്മച്ചിമാരും മറ്റേ ഉള്ളിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി വന്നാണ് തട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുകയാണ്, ഹലോ ഗായ്സ്, ഹലോ ബോലോ ബോൽ സബ് ബോൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര നാണുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു ചെങ്ങായി കണ്ട്, ആ ചെങ്ങായി എവിടെയോ പോയി പറഞ്ഞു കൊടുത്ത്, അതിലുണ്ട് ഒരു കാട്ടുമാക്കൻ്റെ മാതിരി ഒരു സാധനം, തൊമ്പാക്കൊക്കെ ചമച്ചിട്ട് ഒരു സാധനം എൻ്റെ അടുത്തേക്കാണ്ട് വന്ന്. എന്നിട്ട് അരയിൽ ഇങ്ങനെയാണ് തോക്ക് വെച്ച്. ഞാൻ ഈ തോക്ക് വെച്ച സംഭവം എനിക്ക് 2 സ്ഥലത്തുന്നുണ്ട്, ഒന്ന് ബീഹാർ, പിന്നെ ഒന്ന് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ തോക്ക് വെച്ചിട്ട് എന്നോട് പറഞ്ഞ് ഹം ടോട്ടി ആദമിയെ, അവിടുന്ന് ഈ സാധനം തന്നെ പറഞ്ഞേ, ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ കൊന്നു കളയലാവും, കേരള എന്നൊന്നും നോക്കൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ തരിച്ച് നിൽക്കേനി,
ഏതെങ്ങാനും അയാളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ തോക്ക് ഇങ്ങനെ പള്ളമല വെച്ചേ. ഓ അരേന്ന് അറ്റി എന്താ വെച്ചാൽ എനിക്ക് തോന്നണം അവിടെ 2 ചേരി തമ്മിൽ അടിയാണ്. അപ്പൊ അങ്ങനെ എന്തോ പ്രശ്നമാണ്. അതിന്റെ ഇടയിൽ ഹലോ ഗൈസ് എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് ദേഷ്യം പിടിച്ച്. പിന്നെ നമ്മ കമ്പനി ആയിട്ടാ. പിന്നെ പോരാ നേരത്തെ ഞാൻ അങ്ങനെ അതിനെ ട്രോളൊക്കെ ചെയ്ത് പോടാ അവിടുന്ന് എൻ്റെ ഒരു തോക്ക് ചിലക്കാ പോലെ പൊട്ടിച്ച കമ്പനി ആയപ്പോളേ പിന്നെ എനിക്ക് തോന്നുന്നു ആ ചെങ്ങായി എന്തോ അടിച്ച് നിൽക്കേന്. കാരണം അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്. ഒക്കെ ഒരു കിളി പാറിയ സൈസാണ്. നടക്കും വെറുതെ അല്ല അറ്റിങ്ങൾ അങ്ങനെ എനിക്ക് തോന്നണത്. കാര്യം ഇനിയിപ്പോ വല്യപ്പാരായാലും വാപ്പാര അതല്ലേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ട്രോളിന് എന്താണ് ഇത് ഞമ്മക്ക് കാണുമ്പോ ഇതൊക്കെ ചെറിയായിട്ട് തോന്നും. ഇറ്റിങ്ങള് സീരിയസ് ആയിട്ട് ചെയ്യാവോ പക്ഷെ നമ്മക്ക് ചെറിയ വരിക. ചിലൊരു വീഡിയോ എടുക്കുമ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മ കേരളത്തിലൊക്കെ വന്നാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ ആ മുഖം. ഇതാവുന്നില്ല അത് ഇങ്ങനൊക്കെ നിന്നവരൊക്കെ തമ്പാക്ക് ഉണ്ടാക്കണൊക്കെ ഇതൊക്കെ ചിലവര് പറയട്ടാ എന്റെ ഭാര്യ കാണരുത് എന്നിട്ടൊക്കെ പറഞ്ഞാണ്ട് പോസ് ചെയ്യാ. ഭാര്യ പറഞ്ഞ സീനാണ് നാള് പിടിച്ചതാണ് അങ്ങനെയാണ് അടിക്കല്. കണ്ട ഒക്കെ നിന്നേരും. കാരണം അറ്റിങ്ങൾക്ക് അത്രേ ഉള്ളൂ. കാരണം നമ്മ കേരളക്കാർക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണല്ലോ. തമ്പാക്ക് ട്രയൽ അടിച്ചു നോക്കിയ ഞാൻ തമ്പാക്കില്ല വിമല അടിച്ചു നോക്കിയാണ്. കാരണം എന്താ വെച്ചാല് എന്താണ് ഇതിങ്ങ നമ്മ സബ്സ്ക്രൈബേഴ്സ് പറയല്ലേ ഫോളോവേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ അതിങ്ങനെ കമന്റ് കൂടിയപ്പോ ഞാൻ തീർക്കട്ടെ അത് സംഭവം എന്താ വെച്ചാല് നമ്മ ഈ പണ്ട് റോജാപ്പാക്കൊക്കെ തിന്നൂല അതേമാതിരി ഒരു സാധനമാണ്. ഇറ്റിങ്ങൾ ഇതിങ്ങനെ ചമച്ച് ശീലമായിട്ട് അത് ഇങ്ങനെ എപ്പോഴും അതിന്റെ ചോയ കിട്ടണം അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ കിക്ക് സാധനം ഒന്നുമല്ല. ഈ തൊട്ടിൽ കെട്ടിയിട്ടാണല്ലോ എന്തായാലും വൈറലായത്. ഇതുവരെ കെട്ടിയിൽ വെച്ചിട്ട് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റും ഭയങ്കര പോസിറ്റീവ് ആയത് എന്തായിരുന്നു? പോസിറ്റീവും നെഗറ്റീവും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്താ വെച്ചാല് ഒരു ദിവസം ഡൽഹിക്ക് 2 ദിവസമാണുള്ളത്. ചില മംഗള കയറി 48 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെറുത്ത് ജനറലിൽ കയറിയതാ. എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജനറലിൽ കയറണേ? സ്ലീപ്പറിൽ പോവുകയും ചെയ്യാം പക്ഷെ എനിക്ക് ഒറ്റപ്പെടല ഫീൽ ചെയ്യും സ്ലീപ്പറിൽ പോയാൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുത്ത് ഇത് ചെയ്തതാണ്. എന്നിട്ട് നേരെ തൊട്ടിലൊക്കെ കേട്ട് വേണ്ടാതെ ഇങ്ങനെ കിടന്ന് പിന്നെ ഞാൻ നീച്ചത് ഒരു 15 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാ. കാരണം അത്രക്ക് സുഖത്തിൽ ഉറങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക ഇതിപ്പോ വേറെ ആരും ഉറങ്ങിണ്ടാവില്ല ഇത്ര തോന്നെ. കാരണം ഇതിങ്ങനെ ആടുകയാണ് സാധനം. നമ്മള് ഉറക്കത്തിൽ നിന്ന് നീക്കുമ്പോഴത്തേന് ആരോ വന്ന് ആട്ടും. അപ്പൊ പിന്നെ ഉറങ്ങും. പിന്നെ നീക്കുമ്പോഴത്തെ ആരോ വന്ന് ആട്ടും. ട്രെയിൻ ഇങ്ങനെ ഇളകല്ലേ. അപ്പൊ ഇങ്ങനെ ആട്ടി നമ്മളെ ചെറുപ്പത്ത് ഉറക്കണമാതിരി ഒരു ഫീല്. അപ്പൊ അന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുക ഇത് നല്ല സുഖമുള്ള പരിപാടിയാ. എത്ര നേരാ ഉറങ്ങാ. നമ്മളാണ്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉറങ്ങിയൊക്കെ നീച്ച് വരുമ്പോ അങ്ങനെ കിക്കായ വരിക. അത്രക്ക് ഉറങ്ങിയിട്ടേ പിന്നെന്താ വെച്ചാല് മോശമായ ഇൻസിഡൻസ് എന്ന് പറയാന് എന്താണ് പണ്ടൊക്കെ എനിക്ക് ഇത് തോന്നിനി. ഞാനിങ്ങനെ ഈ തുണിയൊക്കെ അമ്മ ഉടുക്കണ തുണിയൊക്കെ കെട്ടി കിടക്കുമ്പോൾ ഓരോരുത്തർ തലേക്ക് വെക്കും. അത് ഞാൻ പാവങ്ങള് അതിങ്ങനെ വിചാരിക്കേനി. ഇപ്പം അതിനൊരു സൊല്യൂഷൻ ആയല്ല. അതെനിക്ക് കാരണം ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കാവോ ഓരോ തലേക്ക് എൻ്റെ ഇതൊന്നായിട്ടാണ് വെക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആവും തല. എന്നാലും ഓൽക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. സോറി ബ്രോ എന്നൊക്കെ പറയും എന്നോട്. അത് ഞാൻ സോറി. അപ്പൊ അന്ന് എനിക്കിങ്ങനെ പാവം തോന്നലുണ്ട്. ഞാൻ എന്തെടുത്ത് ഇത്ര ചെയ്യണേ ഇങ്ങളെ തലേക്കൊക്കെ വെക്കുക. നമ്മളിപ്പോ ഇങ്ങനെ വെക്കുമ്പോ അല്ലെങ്കിൽ തലേക്ക് വീണുണ്ടെങ്കിൽ അടിച്ച് കൊല്ലൂലോനെ. ഇതാവുന്നില്ല പാവങ്ങള് എന്താ അറിയില്ല. ഈ ആദ്യം വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ടൈമില് മലയാളികൾ ആരെങ്കിലും വന്നിട്ട് നീ എന്താ കാണിക്കണം നിനക്ക് വല്ല പ്രാന്തുണ്ടോ? എല്ലാരും ആദ്യം അങ്ങനെ ഫുള്ള് ആദ്യം. പിന്നെന്താ വെച്ചാല് ഇന്റെ ഇപ്പത്തെ ചെങ്ങായിമാരതാ നമ്മളതൊരു സർക്കിൾ എന്ന് പറഞ്ഞാല് കളിയാക്കുക ഇതന്നെ. കാരണം ഇപ്പൊ എനിക്കൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല. എന്തെങ്കിലും പ്രശ്നം വന്നാലേ അത് സാരില്ലേ ബ്രോ അത് സാരില്ല പോട്ടെ അങ്ങനെ പറയാനൊരാളെ. ഇപ്പൊ ഇവലെ ഇന്റർവ്യൂവിന്റെ ഉള്ളിൽ കയറ്റാത്ത എന്തുകൊണ്ടാ? ഇത് ഇവിടെ ഇന്ന് ചിരിക്കുണ്ടാവും. ഇവല് ഇനിയിപ്പോ ഞാൻ ഇനിയിപ്പോ വലിയ മഹാ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഏരിയയിൽ ഇനിയും കളിയാക്കുക. അങ്ങനത്തെ ഒരു ലോകത്തു നിന്നാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പൊ എനിക്ക് കാണുന്നതൊക്കെ ഞാൻ കളിയാക്കുക. ഫസ്റ്റൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഫുള്ള് ബോഡി ഷെയ്മിങ് ആണ്. കാരണം നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പൊ കാണുന്നത് ഇങ്ങനെ ചെങ്ങായിമാരുടെ കളിയാക്കണ മാതിരി വീഡിയോയിൽ കളിയാക്കുക. അപ്പൊ ഓരോരുത്തർ വന്ന് കമന്റ് ഇടുക ആൻസേ ബോഡി ഷെയ്മിങ് അതാണ്. പിന്നെ ഞാൻ ഇപ്പൊ കുറേയൊക്കെ കുറച്ച് അപ്പൊ അതാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ കുറച്ച് ശ്രദ്ധിക്കലുണ്ട് വ്ളോഗ് എന്താണ് പറയണത് ഒക്കെ ശ്രദ്ധിച്ചിട്ടാടല്. ആരെങ്കിലും ഭയങ്കര ഫീൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു ബംഗാളികൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കേരളത്തിൽ നിന്നും എന്റെ വ്ളോഗിന് ഒരു പ്രശസ്തിയും ഇല്ല. കാരണം എനിക്ക് പറയാനുള്ള ഒക്കെ ഡൽഹിയിലാണ്. കാരണം ഇവിടുത്തെ ആരെങ്കിലും ഞാൻ ജാമ്യ മില്ലയില് ഏതൊരു ഓണത്തിന്റെ പരിപാടിക്ക് ഞാനൊരു വ്ളോഗ് ഇട്ടിനി. അതില് അവിടെ ഏതോ ഒരു പെണ്ണിന്റെ വീഡിയോ കുടുങ്ങി. ഞാൻ ചോദിച്ചാൽ ആ പെണ്ണ് ഏതോ ഇംഗ്ലീഷ്കാരിയാണ്. പക്ഷെ അത് മലയാളിയാണല്ലോ.
ഞാൻ വ്ളോഗിൽ അത് പറഞ്ഞും ചെയ്ത്. എന്നിട്ട് ഓളത് വിളിച്ചാണ് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ കുറേ വരും. മലയാളീസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കും. ഇവർക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല. ഓൻ ചിലപ്പോൾ സാറായി ഉണ്ടാവും. കുട്ടികളെല്ലാവരും ആശിന്റെ വീഡിയോയിൽ കണ്ടിണെന്ന് അറിയും. അങ്ങനെ ഓരോ പ്രശ്നം മലയാളീസിന് ഇട്ടാല്. ഇനി അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും വീഡിയോ ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല? ഇവലൊക്കെ എന്ന് പറഞ്ഞാല് ഇവലെ ഞാൻ വീഡിയോയിൽ ഇട്ട് ട്രോളല്ല. അല്ലാതെ ഇവലെ അങ്ങനെ വീഡിയോക്ക് നിൽക്കൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ വ്ളോഗർ ആയതിന് മുമ്പ് കുറച്ച കാലം നാട്ടിൽ റീലൻസ് എന്ന് വിളിക്കല്. കാരണം ഈ വ്ളോഗ് ഇങ്ങനത്തെ ഈ മൈൻഡിലുള്ള പണ്ട് മുതലേ ഒരു ചെറിയൊരു സാധനം ചെയ്യും. ഇപ്പൊ ടിക്ടോക്കുള്ള ടൈമിൽ നമ്മൾ ടിക്ടോക്ക് ചെയ്യും, ഓരോ സാധനങ്ങൾ ചെയ്യും. പിന്നെ അതേമാതിരി ഓരോ മാസ് ബീജം ഇട്ടാണ് ഇങ്ങനെ നടക്കുക. അപ്പൊ ഇവലൊക്കെ അന്ന് എൻ്റെ കൂടുതൽ മാസ് ബീജം ഒക്കെ ഇട്ട് നടന്നുണ്ട്. അതൊക്കെ ഇന്ന് ഗ്രൂപ്പിലിട്ടിട്ട് ഓരോരുത്തർ കളിയാക്കും. എന്നിട്ട് എപ്പോഴും പറയും എപ്പ ജാതി ഞങ്ങളെ ഇവനാണ് കേടാക്കി. ഞാൻ എന്നിട്ട് ഓരോ ബീജം ഇട്ട് ഞാൻ ഉണ്ടാവും മുമ്പിൽ. ആ മറ്റേ ഇത് ഓർമ്മയുണ്ട്, ആ മറ്റേ റഹീമുൻ അലീം ആ പാട്ടിനൊക്കെ ഉണ്ട് ഞാൻ നടക്കണ്. താടി മീശൊക്കെ പഠിച്ചാണ്ട് തൊപ്പിയൊക്കെ ഇട്ടാണ്ട് വെറ്റിങ്ങൾ 2-3-4 ഉണ്ടായിന്ന്. കുറെ ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ നടക്കും. എന്നിട്ട് ഓല് പറയും ഈ എരപ്പം കാരനാണ് നമ്മള് കാരണം എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ഉള്ളത്. വീഡിയോ എടുക്കണം. ഇവരാരും ട്രിപ്പ് പോകുമ്പോ ഒരു സ്റ്റോറി ഇടുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഒക്കെ ഞാൻ ചെയ്യണം. വീഡിയോ എടുക്കല് ഒക്കെ ഞാൻ തന്നെ. അപ്പൊ പിന്നെ ഇവർക്ക് അങ്ങനെ എങ്ങോട്ടേന്ന് പോകുമ്പോ പിന്നെ അങ്ങനെ നടക്കുക തന്നെ. ഫോണൊന്നും ആരും എടുക്കൂല. അപ്പൊ ഇതിലിപ്പോ ഒരു വീഡിയോ എടുക്കുക അങ്ങനത്തെ ഉള്ളത് ഞാൻ തന്നെ ഉള്ളു. തൊട്ടി കെട്ടിയിട്ട് കൊളാബ് ചെയ്തിട്ട് യാത്രക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? കുറെ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട്. എന്താണ് ഞങ്ങളും കൂട്ടുമോ, ചിലവർക്ക് ഇങ്ങോട്ട് ഇഷ്ടമായിട്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ട്. ഇപ്പം നമ്മള് റിയൽ ക്യാരക്ടർ വേറെ ആവും. എനിക്ക് പെട്ടെന്നൊക്കെ ചൂടാവുകയൊക്കെ ചെയ്യും ഞാൻ. പക്ഷെ പെട്ടെന്ന് റെഡി ആവുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഇപ്പം നമ്മളെ ഫോളോവേഴ്സിനോട് എന്താടാ ചെങ്ങായി ചാക്കാ പോയോടുത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓൾക്ക് ബാഡാവൂലേ. ഒരാളെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ ക്യാരക്ടർ നമുക്ക് കിട്ടുക. അപ്പൊ ഇന്റെ എന്തിനാണ് ശരിക്കുള്ള ക്യാരക്ടർ അറിയണത്. അപ്പൊ കുറെ ഫോളോവേഴ്സ് ഞാൻ ചോദിക്കലുണ്ട്. പക്ഷെ ഞാൻ ആരും സമ്മതിക്കില്ല. അറിയണോലായിട്ട് പോവാന്നല്ല, അല്ലെങ്കിൽ ഒറ്റക്ക് പോവാം. ഒറ്റക്ക് പോകുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. അതെ, നീ പോയടത്തൊക്കെ പ്രത്യേകിച്ച്. അതെ, ഒറ്റക്ക് പോയാല്. ഇനിയിപ്പോ അടുത്ത സീസണില് ബിഗ് ബോസിൽ വിളിച്ചാ ബിഗ് ബോസിൽ വിളിച്ച ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാല് ഇമ്മ ഒക്കെ ബിഗ് ബോസ് എന്താ സംഭവം എന്നൊക്കെ അറിയണതാണ്. ഇമ്മക്ക് ഇപ്പൊ ഒന്നും അറിയില്ലേക്ക് പോവേന്. ഇത് ഇമ്മ ഇങ്ങനെ കാണും. ആ ചെങ്ങായി നോക്കിയാ, ആ റെന നോക്കിയാ, എന്താണ് പീക്കിരിയോ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയണാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാം, ഇജ്ജ് വിളിച്ചാലൊന്നും പോകാൻ നിക്കണ്ടട്ടാ നാറു. പിന്നെ അവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ എന്തായാലും ഞാൻ പോയാലൊന്നും ഉണ്ടാവില്ല. നീ എന്താ അറിയില്ല കേട്ടോ. ഐ മീൻ നീ വീഡിയോ എടുത്താണ്ട് ആരും പറയാൻ നിൽക്കണ്ട. അന്ന് ഞാൻ പോണ ടൈമില് അങ്ങനെ കുറെ ആൾക്കാർ. അതിലിടയ്ക്ക് നീലക്കുയിലിന് എന്തോ ട്രോളി ആയിരുന്നല്ലോ. അല്ല, നീലക്കുയിലിനെ ഇവിടുന്ന് കണ്ടിനി മണവാളിന്റെ കല്യാണത്തിന്. ആളൊരു പാവാണ്. പക്ഷെ ഞാൻ ട്രോളാൻ വിചാരിച്ചതേന്. കൈ കിട്ടിയാലൊന്ന് പൊരിക്കാലോ. അങ്ങനെ എന്നിട്ട് ഇപ്പൊ ഇനോഗ്രേഷൻ ഒക്കെ കിട്ടാൻ തുടങ്ങിയോ? ഇനോഗ്രേഷൻ ഒക്കെ പോകലുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര മടിയാ അതിനൊക്കെ പോവാന്. അതെന്താ? അതൊക്കെ ചടപ്പാ. നമ്മ ഇങ്ങനെ വീഡിയോ ചെയ്യാന്നൊക്കെ ഇനോഗ്രേഷന് കുറെ വരലുണ്ട്. ഞാൻ ചിലതൊക്കെ പോകലുണ്ട് കേട്ടോ, ചിലതൊക്കെ പോകലുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഇഷ്ടമില്ല. കുറെ ഇതിന് പോണോ അങ്ങനെയുള്ള ഒരു പൂതിയില്ല. എന്താ അറിയില്ല. കുറെ സ്ഥലം കാണണം എന്നൊക്കെ പൂതിയുണ്ട്. പക്ഷെ ഇനാഗ്രേഷൻ പോലൊക്കെ ഒരു ഇതായി തോന്നാ. പക്ഷെ ആ വീഡിയോസ് ഒന്നും കാണുമ്പോ തോന്നില്ലല്ലോ അങ്ങനെ ഒരു ചടുപ്പുണ്ട്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്റെ വീഡിയോന്റെ കണ്ടന്റ് പോണത് ഇങ്ങനെയാണല്ലോ, ഈ തൊട്ടിൽ കെട്ടി ഇങ്ങനത്തെ സംഭവം. അപ്പൊ ഇന്റെ ഫോളോവേഴ്സിനെ ഇപ്പൊ ഡൈജസ്റ്റ് ആവൂല. ഞാൻ വലിയ 2 കോടിന്റെ പെരെടുത്ത് അല്ലെങ്കിൽ ഞാൻ ഇനാഗ്രേഷന് കാർന്നിറങ്ങി വരാം, അതൊന്നും അവൾക്ക് കണക്ട് ആവൂല. അപ്പൊ ഓ വലിയ മമ്മൂട്ടി അങ്ങൊക്കെ വിചാരിക്കും. ഫോളോവേഴ്സിനെ കുറിച്ച് അപ്പൊ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതെപ്പോഴും ആലോചിക്കണല്ലോ. കാരണം എന്താ വെച്ചാല് നമ്മ ഫോളോവേഴ്സ് നമ്മളെന്ന് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോസ് ആണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറി ആയിട്ടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ ഓരോരുത്തർ പറയും, അപ്പോൾ സജഷൻ വരും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യും. റിസ്ക് ഉണ്ട് ഈ സംഭവം ഭയങ്കര. എന്താ പറയുക, ഒരു പറഞ്ഞ മാതിരി നമ്മൾ ചെയ്ത് കൊടുത്തണല്ലോ. ഓരോരുത്തർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയണമൊക്കെ ചെയ്യലുണ്ട്. തുടരും. അതിനും തുടരും. അപ്പൊ ഈ ഇനോഗ്രേഷൻ ഒക്കെ ഇതുവരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇനാഗ്രേഷൻ ഒക്കെ പോയിരുന്നു. അപ്പൊ അവിടെ സംസാരിക്കാൻ പറഞ്ഞ എന്ത് സംസാരിക്കാന്ന് പറഞ്ഞാല് ഞാൻ പറയൊക്കെ ചെയ്യും, മടിയൊന്നുമില്ല. പക്ഷെ ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്യാതൊക്കെയാണ് എനിക്കിഷ്ടം. എന്തിനാ ഇപ്പൊ വെറുതെ വേറെ എന്തൊക്കെ പണിയുണ്ട്. ഈ വോയിസ് ഓവറിന്റെ വേർഡ്സ് ഇല്ലേ, അത് ആലോചിച്ചിരുന്നാണോ ചിലതൊക്കെ? അതെങ്ങനെയാ വെച്ചാല് നമ്മ വീഡിയോ ഉണ്ടാക്കുമ്പോൾ പക്ക മൈൻഡ് ഫ്രീ ആയിട്ട് നിൽക്കും. ഈ എന്താണ് സ്ട്രെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവും. എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പ്രത്യേകിച്ച് സങ്കടങ്ങൾ അങ്ങനെ സംഭവം ഒന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ സങ്കടം എന്ന് പറയാനിപ്പോ അമ്മ ഈ മന്തി നാൻ പോകുമ്പോ ചെസ്റ്റ് പീസ് കിട്ടില്ല അങ്ങനത്തെ സങ്കടം അല്ല, ആ സങ്കടങ്ങളേ ഉള്ളൂ. അല്ലാതെ
ജീവിതത്തിൽ സങ്കടം അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഫുൾ ടൈം ഒരു ഫ്രീ ആവും. ഒക്കെ ഇങ്ങനെ ഓക്കെ ആയി റെഡി ആയി എന്നിട്ടൊന്നിങ്ങനെ വീഡിയോ എടുക്കും. ചിലവർ ചോദിക്കും എഴുതി വെക്കലുണ്ട്, എഴുതലൊന്നുമില്ല, അത് ഇങ്ങനെ പറയാം. ഞമ്മ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഹലോ ഗൈസ് ഇങ്ങനെയാണ് സംഭവം അത് പറയാം, അവതരിപ്പിക്കാം. പക്ഷെ ഭയങ്കര എനർജി പോകട്ടാ, ഞമ്മ സൗണ്ട് എടുത്ത് ചെയ്യണല്ലേ. ശരിയാവുന്നവരെ എടുക്കും വേണ്ടേ. ഇതിനൊന്നും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോ ഒന്നും എനർജി പോകില്ലല്ല, അതൊക്കെ നല്ല എനർജി പോകും. കാരണം നമ്മ ഇത് പറയല്ലേ, ഇതിപ്പോ എന്ത് സുഖമുണ്ട് ഇങ്ങനെ ചോദിക്കണേന്ന് ഇങ്ങനെ പറഞ്ഞാ പോരെ. അത് ശരിയാ. ഇപ്പൊ കൂടുതൽ ഫ്രണ്ട്സ് ബംഗാളീസ് ആണോ അതോ മലയാളീസ് ആണോ? അല്ല ബംഗാളീസും കുറെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്റെ വീഡിയോയിൽ എപ്പോഴും തിരുത്താൻ വിചാരിച്ച തെറ്റാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ബംഗാളി എന്നാ പറയാ. ഈ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരാണ് ബംഗാളികള്, ബാക്കിയുള്ളതൊക്കെ ഹിന്ദിക്കാരാണ്. ബംഗാളികൾ ഭയങ്കര നല്ല നല്ല ആൾക്കാരാ, നല്ല ഫുഡ്, ഹരേ ബായ് അത് ഭയങ്കര അങ്ങനത്തെ ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഹിന്ദിക്കാരും വേറെയാണ്, മനസ്സിലായോ. ഞാൻ എല്ലാ വീഡിയോയിലും ബംഗാളി എന്ന് പറയും. ഞാൻ എന്നിട്ട് പിന്നെ ആലോചിച്ച് ഈ നല്ല മനുഷ്യന്മാരുള്ള പഠിച്ചവനെ ഞാൻ ഇത്ര കാലം ട്രോൾ ചെയ്ത് ഹിന്ദിക്കാരാണ് മറ്റത്. ആരേനെ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ബംഗാളികള് അടിപൊളിയാ. എന്താ വെച്ചാല് എന്താണ് അവിടുത്തെ കൾച്ചറായാലും ഓര് കുറേ ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റാ. നമ്മ നാട്ടിൽ വന്നിട്ടാണ് ഒരു വീഡിയോ വെച്ചത്, നിങ്ങളെ നാട്ടിൽ വന്നിട്ടാണ് സ്വർഗ്ഗാണോ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ മോളെ കെട്ടിക്കോ കൊണ്ടുപോയിക്കോ, ആ മൈൻഡ് സെറ്റാ. കാരണം ഞാൻ വെസ്റ്റ് ബംഗാൾ പോയതല്ലേ, അതുകൊണ്ട് പറയാണ്. പെണ്ണൊക്കെ കിട്ടിയില്ലെങ്കിൽ നേരെ വെസ്റ്റ് ബംഗാൾ പോവാ, സിമ്പിളായിട്ട് സെറ്റാക്കാം. പെണ്ണ് കിട്ടാത്തവർക്ക് കിട്ടാ ഞാൻ പറയാം. കാരണം എന്താ വെച്ചാല് ഓർക്ക് ഭയങ്കര താല്പര്യം കേരളക്കാരെ. എന്തായാലും അങ്ങനെയാണ്. എന്നോടൊരു ചെങ്ങായും കൂടി പറഞ്ഞു ഓൻ അവിടുന്ന് കെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിക്കട്ടെ, നോക്കട്ടെ. അത് കൊള്ളാലോ. ഒരു കമന്റ് ആണ്, കേരളാവിൽ അവൻ വന്ന് മലയാളി, ബംഗാളിൽ അവൻ വന്ന് ബംഗാളി, നേപ്പാളിൽ അവൻ വന്ന് നേപ്പാളി, യാരടാ നീ. ഞാൻ കണ്ടത്. അതിന്റെ ഒരു കറക്റ്റ് ഓരോ നാട്ടില് പോകുമ്പോൾ അമ്മ അതിനനുസരിച്ച് നടക്കണല്ലോ. ഇനിയിപ്പോ മലേഷ്യ പോകുമ്പോ കുറച്ച് റിച്ചിൽ നടക്കണം. നേപ്പാളിൽ പോയ ടൈമില് ബംഗാളിൽ പോയ ടൈമില് ബംഗാളി തന്നെയാണ്. അവിടുത്തെ ഒരു തുണിയും ഈ ബംഗാളികളെ ഒരു സൈസ് കള്ളിത്തുണിയൊക്കെ എടുക്കും, കള്ളിത്തുണിയും കുപ്പായൊക്കെ ഇട്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യല്. നേപ്പാളിൽ പോയാല് ഓരോ മാതിരി നടക്കുക, അത്ര തന്നെ, അതത്ര. ഇനി ആഫ്രിക്ക പോയ കണ്ടണേ മറ്റേ സാധനമൊക്കെ എടുക്കും, ഇതൊക്കെ എടുത്തിട്ട് ഏലൊക്കെ ഇങ്ങനെ ആക്കിയ മറ്റേ ഇതൊക്കെ അല്ലേ കുരങ്ങന്റെ ഇറച്ചിയൊക്കെ തിന്നു. അപ്പൊ ഇനി എന്തായാലും കുറെ ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ, കുറെ തൊട്ടില് കെട്ടാൻ പറ്റട്ടെ, ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.